ബി.ജെ.പിക്ക് എന്ത് സംഭാവനയാണ് പി.സി. ജോർജ് നൽകാൻ കഴിയുക? ഞാൻ എടുക്കാൻ പോകുന്ന സംഭാവന എന്ന് വെച്ചാൽ മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല, കേരളത്തിൽ ആഗോള വ്യാപകമായി ബി.ജെ.പിയുടെ മാന്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഈ കടം കയറി മുടിഞ്ഞു കിടക്കുന്ന തെണ്ടിയെ കുത്തുപാളയെടുത്തിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ ബി.ജെ.പിക്ക് കഴിയൂ എന്ന സത്യം, അത് നഗ്നസത്യമാണ്. ആ സത്യം കേരളത്തെ ജനങ്ങളെ ബോധിപ്പിക്കും. ഞാൻ കളവ് പറയുന്നത് എന്തെന്ന് ജനത്തിനെല്ലാം അറിയാം. രാഷ്ട്രീയമായി എന്നോട് തർക്കമുള്ളവർക്ക് പോലും പി.സി. ജോർജ് പറഞ്ഞാണത് ശരിയാന്ന് പറയും. ആ സത്യം ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഈ ഇടതും വലതും ചേർന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് പാർലമെൻറ്റ് 20 എണ്ണം പോകും. എന്ത് ഗുണം കിട്ടി പറ? എന്ത് ഗുണം കിട്ടി? വെറുതെ പോയി മുഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തി മുദ്രാവാക്യം വിളിക്കുക. അതുകൊണ്ട് വഞ്ഞുകൂടി നടക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് രണ്ടും പോയിട്ട് കാര്യമില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പോയിട്ട് കാര്യമില്ല. ബി.ജെ.പിയുടെ എം.പിമാർ പോകണം. അതിനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ എം.പിമാർ ഉണ്ടാകാനുള്ള സർവ്വശക്തമായ പ്രവർത്തനം ഞങ്ങൾ നടത്തുകയാണ്. അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിലെ നിർണായക ശക്തിയായി അസംബ്ലിയിലും ബി.ജെ.പി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി.സി. ജോർജ് മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുമെന്ന് ചോദിച്ചാൽ മത്സരിക്കില്ല എന്ന് ഞാൻ പറയാം. മത്സരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ബി.ജെ.പിയുടെ നേതൃത്വം, വലിയ വിഭാഗം എന്നോട് സ്ഥാനാർത്ഥിയാകാൻ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി ആകണ്ടെന്ന് ആരും പറയുന്നില്ല, ആകണമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ഞാനതേപ്പറ്റി പറഞ്ഞത്, ഞാൻ നിൽക്കണോ വേണ്ടോ എന്ന് പാർട്ടി നേതൃത്വം നിശ്ചയിച്ചു. നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക, ഒരു നിമിഷമില്ല, നിൽക്കും. നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കുകയില്ല. അല്ലാതെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഒരു ഡിമാൻഡും ഇല്ല കാര്യത്തിൽ. ഒരു സ്ഥാനം എൻ്റെത് എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. ഇപ്പോൾ പത്തനംതിട്ടയാണ് എല്ലാവരും പറയുന്നത്. പത്തനംതിട്ട നിന്ന് ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? എന്നേക്കാൾ ജയസാധ്യതയുള്ള ഒരാളെ കണ്ടാൽ ഞാൻ പറയും അവരെ നിർത്താൻ പറയും. എന്നെ നിർത്താൻ ഞാൻ പറയില്ല. പാർട്ടിയാണ് വലുത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് ഞാൻ നിൽക്കുകയാണ്, ജയിക്കാൻ സാധ്യതയെന്ന് എല്ലാവരും പറയുന്നു. അത് ശരിയൊന്നും ഒന്ന് പരിശോധിക്കട്ടെ, നേതൃത്വം തീരുമാനിക്കട്ടെ. ബി.ജെ.പിയുടെ നേതൃത്വം പറയുന്നതെന്നും അത് കേൾക്കും. ശരി. അതായത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് മുതൽ ജനപക്ഷം എന്ന പാർട്ടിയില്ല. ജനപക്ഷം ബി.ജെ.പിയുടെ ഭാഗമാണ്. പി.സി. ജോർജും ഷോണും അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ ബി.ജെ.പിയുടെ ഭാഗമാകുന്നു. അതെ, അദ്ദേഹമുണ്ട്. ഏതായാലും അങ്ങനെ നിർണായകമായ ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദിയുടെ സ്ഥാനത്തിൽ ഉണ്ടാകുന്നു എന്നത് പ്രത്യേകതയാണ്.